നമസ്കാരം. ഇത് മാർച്ച് മാസം. ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ജീവനക്കാർക്കും ഓഫീസിൽ നിന്നും ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകും. എല്ലാവരും അവരവരുടെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് മാർച്ച് മാസത്തെ ശമ്പളം പ്രോസസ്സ് ചെയ്യുന്ന തീയതിയായ 20-ാം തീയതി അല്ലെങ്കിൽ 22-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതിക്ക് മുമ്പായി ഓഫീസിൽ സൈൻ ചെയ്ത് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ആലോചിക്കും, കഴിഞ്ഞ ഫെബ്രുവരിയിലല്ലേ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തത്, ഇപ്പോൾ വീണ്ടും മാർച്ചിൽ ഒരു മാസം പോലും നമുക്ക് ഗ്യാപ്പ് തരുന്നില്ലല്ലോ എന്നാണ് എല്ലാവരുടെയും ഒരു സംശയം. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ മാർച്ച് മാസത്തെ ശമ്പളം നമുക്ക് കിട്ടുന്നത് എന്നാണ്? ഏപ്രിലാണ്. അതായത് പുതിയ സാമ്പത്തിക വർഷത്തിൽ. ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിലാണ് നമുക്ക് ആദ്യ മാസത്തെ ശമ്പളം കിട്ടുന്നത്. അപ്പോൾ ആ മാസത്തെ ശമ്പളത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ടാക്സിൻ്റെ വിഹിതം പിടിച്ചു തുടങ്ങണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് TDS. ഈ TDSനെ കുറിച്ച് വിശദമായൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഐ ബട്ടണിലും ക്ലിക്ക് ചെയ്താൽ അത് കിട്ടുന്നതാണ്. അതായത് മാർച്ച് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് TDSൻ്റെ ആദ്യ ഗഡു പിടിക്കേണ്ടത്, അല്ലാതെ ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നിന്നല്ല. അതുകൊണ്ടാണ് മാർച്ച് മാസത്തെ ശമ്പള ബിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ 24-25 വർഷത്തെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഒപ്പിട്ട് DDOയ്ക്ക് നൽകേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് നിർദ്ദേശം വന്നിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നീറ്റായി എങ്ങനെ ഒരു ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഒപ്പിട്ട് DDOയ്ക്ക് സമർപ്പിക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസറിൽ എക്കോസ്റ്റാറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ECOSTATT എക്കോസ്റ്റാറ്റ് ടൈപ്പ് ചെയ്തു. ഇങ്ങനെ തുറന്നു വരുന്ന പേജിൽ ഈ ആദ്യം കാണുന്ന എക്കോസ്റ്റാറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ഇൻകം ടാക്സ് എന്ന ആ ഒരു ഹെഡിൽ ആൻറ്റിസിപ്പേറ്ററി ടാക്സ് കാൽക്കുലേറ്റർ 2024-25 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ആദ്യം പേര് കൊടുക്കുന്നു, അതിനുശേഷം പാൻ നമ്പർ കൊടുത്തു, ഡെസിഗ്നേഷൻ കൊടുക്കുന്നു, ഓഫീസിൻ്റെ പേര് കൊടുക്കുന്നു. ഇൻഡിവിജ്വൽ ഏജ് ബിലോ 60 ഇയേഴ്സ്. നമ്മളിപ്പോൾ എംപ്ലോയീസിൻ്റെ കാര്യമായതുകൊണ്ടാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇൻകം ടാക്സ് സ്ലാബ് വേണമെങ്കിൽ നമുക്ക് ഓൾഡ് എന്നോ ന്യൂ എന്നോ സെലക്ട് ചെയ്യാം. നമ്മൾ അതുപോലെ തന്നെ ലീവ് ചെയ്യുന്നു. നമ്മളവിടെ ഒന്നും തന്നെ എൻ്റർ ചെയ്യുന്നില്ല. ഇനിയാണ് നമ്മുടെ സാലറി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാർച്ച് 2024 ലഭിക്കുന്ന സാലറി, ലഭിക്കാനിടയുള്ള സാലറി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർച്ച് മാസത്തിൽ നമ്മുടെ ഗ്രോസ് സാലറിയാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ബേസിക് പേ, DA, HRA, ഇൻട്രീം റിലീഫ്, OT അലവൻസ്, ഡെപ്യൂട്ടേഷൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ഇതെല്ലാം ചേർന്ന നമ്മുടെ ഗ്രോസ് സാലറി ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഞാനൊരു 75,000 രൂപ എൻ്റർ ചെയ്യുന്നു. ഇത് മാർച്ച് മാസത്തെ സാലറിയാണ്, നമുക്ക് കിട്ടാനിടയുള്ള സാലറി. എല്ലാം ആൻറ്റിസിപ്പേറ്ററി ആണല്ലോ. ഇനി ഏപ്രിൽ മാസം നമുക്കറിയാം, ഒരു 2% DA കൂടി നമുക്ക് കിട്ടാനുണ്ട്. നമ്മുടെ ഒരു ഗഡു DA അനുവദിച്ചതിൻ്റെ 2%. അപ്പോൾ അതും കൂടി ആകുമ്പോൾ 75,000 കൂടെ 2% കൂടെ കൂട്ടി 76,500 രൂപ നമ്മളവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇത് തന്നെയായിരിക്കും നമ്മുടെ മെയ് മാസത്തെ സാലറി. ഇതുപോലെ നമ്മൾ എല്ലാ കോളവും എൻ്റർ ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവിടെ സെപ്റ്റംബർ 24 എനിക്ക് ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടെന്ന് വയ്ക്കുക. ഒരു 2,000 രൂപ ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ 76,500 കൂടെ അതുകൂടി ചേർത്ത് 78,500. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ അടുത്തുള്ള മാസങ്ങളിലെയും ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാസത്തെയും സാലറി നമ്മൾ ഫെബ്രുവരി 2025 വരെയുള്ള സാലറി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് DA അരിയർ വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളവിടെ 0 തന്നെ എഴുതുന്നു. നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാം. ഇല്ലാത്തതൊക്കെ നമ്മൾ 0 ഇടുകയാണ്. ഇനി അതർ അരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ സാലറി മാത്രം ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നു. ലീവ് സറണ്ടർ 0 കൊടുത്തു. ഫെസ്റ്റിവൽ അലവൻസ് നമുക്ക് 2,750 രൂപ ഇപ്പോൾ കുറേ വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന തുകയാണ്. അത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാം. ഇനി അതർ ഇൻകം അവിടെയും നമ്മൾ 0 കൊടുക്കുന്നു. എക്സസ് പേ ഡ്രോൺ, ഡയസ്റ്റോൺ എക്സെട്ര അതവിടെ നമ്മൾ 0 കൊടുക്കുന്നു. ഇനി നമ്മൾ HRA ആണ്. വീട്ടുവാടക കൊടുക്കുന്നവരാണെങ്കിൽ മാത്രം ഈ ഒരു പോർഷൻ നോക്കുക. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. അത് നോക്കി വാടക കൊടുത്ത് താമസിക്കുന്ന ആൾക്കാർ മാത്രം ഈ ഏരിയ ഫില്ല് ചെയ്യുക, അല്ലാത്തവരത് സ്കിപ്പ് ചെയ്യുക. ഇനി ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പ്രൊഫഷൻ ടാക്സ് എന്തായാലും ശരി, നമ്മൾ 2,500 രൂപ ആ സ്ലാബ് ഇതുവരെയും മാറ്റിയിട്ടില്ല.
1250 രൂപ, 1250. ഏറ്റവും കൂടുതൽ സാലറി ഉള്ളവർക്കും 1250 തന്നെയാണ്. ഏറ്റവും താഴേക്കുള്ള ഒരു PTS തൊട്ട് മേലുള്ള അവർക്കും 1250 ഏതോ ഒരു കാലത്ത് ഫിക്സ് ചെയ്തൊരു സ്ലാബാണ്. ആ സ്ലാബ് ഇതുവരെ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സാലറി ഉള്ളവരും ഏറ്റവും കൂടിയ സാലറി ഉള്ളവരും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1250 തന്നെയാണ്. അത് നമ്മൾ 2 പ്രാവശ്യം കൊടുക്കും, 2500 രൂപ. ഇനി ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്കവിടെ എൻറ്റർ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്കൊരു പ്രതീക്ഷിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒരു 1.5 ലക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം നമ്മളൊരു 1,25,000 നമ്മൾ തൽക്കാലം നമ്മളെല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. 1,25,000 രൂപ നമ്മളവിടെ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്തു. മാക്സിമം 1.5 ലക്ഷം വരെ കൊടുക്കാം, ചില കേസുകൾ 2 ലക്ഷം വരെയും കൊടുക്കും. അതിനെക്കുറിച്ചെല്ലാം ഉള്ള മറ്റ് വീഡിയോകൾ വർക്കിംഗ് ക്ലാസ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. മെഡിക്ലെയിം എന്തായാലും മെഡിസപ്പ് നമുക്ക് ജൂലൈ 2025 വരെ ഉണ്ട്. എന്തായാലും നമ്മളിവിടെ ഒരു 6,000 രൂപ എൻ്റർ ചെയ്യണം. അല്പം കൂടിയിരുന്നോട്ടെ. ഇവിടെ മറ്റ് കോളംസ് നോക്കുക. നമുക്ക് ഏതെങ്കിലും ബാധകമായിട്ടുള്ള കോളംസ് ഉണ്ടെങ്കിൽ അത് മാത്രം ഫില്ല് ചെയ്യുക. അതെല്ലാം വിശദമായി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് റെജീം വേഴ്സസ് ന്യൂ റെജീം. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യാനുള്ളത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഡിഡക്ഷൻസ്. പിന്നെ LIC, പ്രീമിയ ഓഫ് സെൽഫ് ഓർ സ്പൗസ് ഓർ ചിൽഡ്രൻ, അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 80Cയിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് 1.5 ലക്ഷം നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുകയാണ്. GPF എന്നുള്ളിടത്ത് എൻട്രി ചെയ്യുന്നു. 1,50,000 നമ്മുടെ മാക്സിമം 80C നമ്മൾ എൻട്രി ചെയ്തു. പിന്നെ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത്രയുമാണുള്ളത്. നമ്മൾ TDS ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തിൽ TDSൻ്റെ അവിടെ ലീവ് ചെയ്യുന്നു. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 ടാക്സ് നമുക്ക് കിട്ടി. ഏതൊക്കെ കിട്ടി? ഓൾഡ് റെജീമിൽ 33,332, ന്യൂ റെജീമിൽ 44,850. നമ്മളിവിടെ ഏറ്റവും കുറഞ്ഞ ടാക്സ് ഉള്ള ഓൾഡ് റെജീം സെലക്ട് ചെയ്യുകയാണ്. അത് നമ്മൾ സെലക്റ്റഡ് എന്ന് ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. ഇനി നമുക്ക് അഥവാ ന്യൂ ആണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ സെലക്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഇവിടെ ഞാൻ ഓൾഡ് റെജീം തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എംപ്ലോയീസ്, ഇതാണ് നമ്മൾ എടുത്തിട്ട് ഓഫീസിൽ കൊടുക്കാൻ പോകുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്, PDF രൂപത്തിലാണ്. അതിൽ ഏറ്റവും അവസാനം നോക്കുക, നമുക്ക് 33,332 രൂപയായിരിക്കും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഈ ടാക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? TDS ആയി മാറ്റാൻ പോകുന്നത്. ഈ എമൗണ്ട് ഓർമ്മയിലിരിക്കട്ടെ, 33,332 ഇദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ ടോട്ടൽ ടാക്സ് ആണ് ഈ 33,332. ഇത് നമ്മൾ സൈൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓഫീസിൽ നൽകുന്നു. ഇങ്ങനെ ഓഫീസിൽ നൽകിക്കഴിയുമ്പോൾ ഈ തുക 33,332 എന്ന് പറയുന്ന തുക ഇനി എത്ര മാസമുണ്ട്? നമുക്ക് 12 മാസം അല്ലേ? മാർച്ച് മുതൽ ഫെബ്രുവരി വരെയുള്ള 12 മാസം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന തുക, ഈ തുക നമ്മൾ TDS ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് ഇതിനെ ഡിവൈഡഡ് ബൈ 12 മാസം, മാർച്ച് മുതൽ അടുത്ത ഫെബ്രുവരി വരെയുള്ള 12 മാസം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ തുക ഓരോ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാനായിട്ട് DDOയ്ക്ക് എഴുതി കൊടുക്കുന്നതിന് സമമാണ് നമ്മൾ ഈ ആൻറ്റിസിപ്പേറ്ററി ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പിട്ട് അവിടെ കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ ഓഫീസിൽ ചെയ്തുകൊള്ളും. ഇനി ലാസ്റ്റ് നമുക്കറിയാം, ഒരു ഫെബ്രുവരിക്ക് മുമ്പ് ജനുവരിയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം ആക്ച്വലി നമുക്ക് എത്ര രൂപയാണ് ടാക്സ് വരാനുള്ളത്. അത് നമ്മൾ അന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, എങ്കിലും വളരെ പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.